ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റോറിയാണ്, നമ്മുടെ ഒരു പേഴ്സണൽ വീഡിയോ ആണ്. ഇത് ഇതുവരെ നമ്മളങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തിട്ടില്ല. കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി റീസെൻ്റ്ലി. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഫെബ്രുവരി മാസമാണ് ലാസ്റ്റ് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് മാർച്ച് മാസം പീരീഡ്സ് മിസ്സായിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു 2 weeks ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നെഗറ്റീവായിരുന്നു. എനിക്ക് അന്ന് ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ എനിക്ക് ഒരു ഫീവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഫീവർ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ പീരീഡ്സ് മിസ്സായിട്ടുണ്ട്, അപ്പോൾ ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ചെയ്തു. അതിൽ നെഗറ്റീവായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ പിന്നെ നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് പീരീഡ്സ് ആയില്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ, ആ ഒരു കാരണത്താലായി കുറേ എന്താ പറയുക. അപ്പം നമ്മൾ നോർമലി പൈനാപ്പിൾ പിന്നെ മുതിര കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 12 days ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പറഞ്ഞു ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സിംറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് പോസിറ്റീവായി. നമ്മൾ ഭയങ്കര ഷോക്കായിപ്പോയി, ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര സന്തോഷം, ഇമോഷണലി എന്തൊക്കെയോ ഒരു ഫീലായിരുന്നു എനിക്ക് പറയാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ഹോം കിറ്റ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വാങ്ങിക്കാൻ വേണ്ടി, ഇത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ വാങ്ങിച്ചു. അപ്പോൾ അത് വാങ്ങിച്ചപ്പോഴും പോസിറ്റീവ് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഡേ ഹോസ്പിറ്റലിൽ പോയി, ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറെ അടുത്ത് നമ്മൾ ഈ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ BTAC ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ടു ടൈനി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെരി ഏർലി സ്റ്റേജാണ്, സോ നമുക്ക് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് 2 weeks കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പറയുകയൊക്കെ ചെയ്തു. നമുക്കിങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ വീട്ടിലും ഓഫീസിലൊക്കെ പറഞ്ഞു. എനിക്കറിയാം 3 months കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്ന്. പക്ഷേ നമ്മുടെ ഒരു സന്തോഷം കാരണം നമ്മൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം 2 weeks കഴിഞ്ഞ് നമ്മൾ ക്ലിനിക്കിൽ വീണ്ടും പോയി. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തു. എക്സ്റ്റേണലി സ്കാൻ ചെയ്യുമ്പോഴാണ് എക്സ്റ്റേണലി സ്കാൻ ചെയ്തപ്പോഴൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇൻറ്റേർണലി ചെയ്യുമ്പോഴാണ് ഡോക്ടറിന് കാണുന്നുള്ളൂ. അങ്ങനെ ഡോക്ടർ ഇടയ്ക്ക് 2 weeks കഴിയുമ്പോൾ അങ്ങനെ ക്ലിനിക്കിൽ വരാൻ പറയും. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 week ആയപ്പോഴേക്കും ഡോക്ടർ ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ ദിവസം പോയി. എത്ര ബ്ലാഡർ ഫുള്ളാണെന്നുണ്ടെങ്കിലും ഡോക്ടറിന് ഇതുവരെ എക്സ്റ്റേണലി സ്കാൻ ചെയ്ത സമയത്ത് കണ്ടിട്ടില്ല. ഡോക്ടർ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ടു ടൈനി എന്ന് പറഞ്ഞു. അപ്പം നമുക്കിതിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കറിയില്ല. അപ്പോൾ ഇൻറ്റേർണലി സ്കാൻ ചെയ്യുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഇൻറ്റേർണലി സ്കാൻ ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഡോക്ടർ ഷി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അത് നമുക്ക് ആളുടെ ഫേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 50-50 ചാൻസ് ആണെന്ന് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ മൈൻഡിനെ അങ്ങനെ പറഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ദിവസം വൈകിട്ട് എനിക്ക് ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ലോവർ ബാക്കിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതിലും അപ്പുറത്തുള്ള പെയിന്. ഇതെന്താണെന്നോ
എന്തുകൊണ്ടാണെന്നോ അത് വരുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പെയിൻ കുറയാനുള്ള പാരസെറ്റമോൾ മാത്രമേ ആ സമയത്ത് കഴിക്കാൻ പാടുള്ളൂ. വേറൊരു കാരണം കൺസീവ് ആണല്ലോ, അപ്പോൾ പാരസെറ്റമോൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, വേറെ ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിൻ കില്ലേഴ്സ് ഈ പാരസെറ്റമോൾ തന്നു. അപ്പോൾ ഒന്നും ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. പിന്നെ അഗെയിൻ ഇതിൻ്റെ ഇത് കഴിയുമ്പോൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. പെയിൻ വന്ന ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പെയിനുള്ള മരുന്ന് തന്നു. അതിനും പെയിനിൻ്റെ ആ ഒരു മരുന്നിൻ്റെ ഡോസ് കഴിയുന്ന സമയത്ത് പിന്നെയും നമുക്ക് പെയിൻ പിന്നെയും കൂടുന്നുണ്ടായിരുന്നു. അപ്പോഴും അൾട്രാസൗണ്ട് അവിടെ നിന്ന് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴും ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്നുള്ള രീതിയിലാണ് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 2-3 വീക്സ് പെയിനിൽ തന്നെയായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഫിസിയോതെറാപ്പിയും നമുക്ക് കൺസീവ് ആയിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല, ഹോട്ട് ആൻഡ് കോൾഡ് മസാജ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടും വേദനയ്ക്ക് ഒരു കുറവില്ല. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, തിരിഞ്ഞെടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ ഒരു ഫീലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും ആളും കുറേ കഷ്ടപ്പെട്ടു. എനിക്ക് എന്നെ ഇപ്പോൾ എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ആളും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് അഗെയിൻ നമ്മൾ പോയ സമയത്ത് പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പെയിൻ. ആ ഒരു പെയിൻ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ പെയിനാണ് എന്ന് പറയുന്ന സമയത്ത് ഒരാൾക്കും ഈ പെയിൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. എന്താ പറയുക, അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇതൊക്കെ കോമൺ ആണ്, ബാക്ക് പെയിൻ ഉണ്ടാവും, നോർമലാണ്, അത് ഒന്നും കാര്യമാക്കണ്ട, കുറച്ച് ദിവസം കഴിയുമ്പം മാറും. അങ്ങനെ നമ്മുടെ മൈൻഡിലൂടെ പല പല കാര്യങ്ങളാണ് ഓടുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ഗ്യാസ് കയറിയതാണോ, ഞാൻ അതിന് കപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം, കപ്പ കഴിച്ചിട്ട് എനിക്ക് ഗ്യാസ് കയറിയതാണോ, എന്താ കാര്യം എന്നുള്ളത്. പില്ലോ വെച്ചിട്ട് ഓഫീസിലിരുന്ന സമയത്ത് പില്ലോ വെച്ചിട്ടുണ്ടായിരുന്നു. പില്ലോ കൊണ്ട് ആ സമയത്ത് നമ്മുടെ ആ ഒരു പൊസിഷൻ ചേഞ്ച് ആയതുകൊണ്ട് വന്ന പെയിനാണോ, ഇതൊന്നും അറിയില്ല. ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോഴും ഡോക്ടറിനും ഇതെന്തുകൊണ്ടാണ് ഈ പെയിൻ വന്നതെന്ന് ഡോക്ടറും പറഞ്ഞില്ല. ഡോക്ടർ ചോദിക്കുന്നത് ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്തു. നോർമലി ബാക്ക് പെയിൻ വരാറുണ്ട്, സെൻറ്റർ പോർഷനിൽ അങ്ങനെ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സൈഡിൽ വന്നത് ഡോക്ടറിനും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരാളോടും ഇത് ചോദിക്കാൻ പറ്റില്ല, ഇത് ആർക്കും അറിയില്ല ഇതിനെപ്പറ്റി, എന്തുകൊണ്ടാണ് വരുന്നത് ഒന്നും അറിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ കൊതിച്ചിട്ടുണ്ടായിരുന്നു, നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കൊതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി 5 സെഷനും കഴിഞ്ഞ് ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഹോട്ട് ആൻഡ് കോൾഡ് മസാജ് അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവരോട്. കാരണം ഞാൻ അത്ര പെയിനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ ഡോക്ടറെ അടുത്ത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് തൊട്ടടുത്ത ദിവസം പോയപ്പോൾ ഡോക്ടർ അപ്പോഴും എക്സ്റ്റേണലി നോക്കിയ സമയത്ത് ഡോക്ടറിന് ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ല. അപ്പോൾ നോർമലി എക്സ്റ്റേണലി ഒന്നും ഡോക്ടറിന് കാണാറും ഉണ്ടായിരുന്നില്ല, കേൾക്കാറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പിന്നെ ഇൻറ്റേർണലി ചെയ്തപ്പോൾ ഒട്ടും ഹാർട്ട് ബീറ്റ് ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയാണ്, ഹാർട്ട് ബീറ്റ് ഇല്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അതിലും ഹാർട്ട് ബീറ്റൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഉറപ്പായി, ബ്ലീഡിങ് ആയിട്ട് പോയിട്ടില്ല. പിന്നെ എടുത്ത് കളയാനേ വഴിയുള്ളൂ. അപ്പോൾ DNC ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേറ്റ് തന്നു. DNC ചെയ്യാൻ വേണ്ടി പോയത്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ദിവസം 12 മണിക്ക് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തലേ ദിവസം രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാസ്റ്റിങ്ങിൽ വേണമെന്ന്. അപ്പോൾ നമ്മൾ 12 മണിക്ക് ഉച്ചയ്ക്ക് നെക്സ്റ്റ് ഡേ ഫാസ്റ്റിങ്ങിൽ പോയിട്ട് 12 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, അപ്പോൾ അതിനും ഗ്ലൂക്കോസ് കയറ്റുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാത്ത ക്ഷീണമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ വൈകിട്ട് 5 മണിക്കാണ് നമ്മളെ
ഇതിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ വെച്ചു, പെയിൻ വരാനുള്ള ഇഞ്ചക്ഷൻ വെച്ചു. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് ഭയങ്കര പെയിന്. അതാണോ ലേബർ പെയിൻ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അത് ലേബർ പെയിൻ അനുഭവിച്ചവർക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 40 മിനിറ്റ്സ് ആ പെയിൻ ഞാൻ അനുഭവിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അനസ്തേഷ്യ തന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അനസ്തേഷ്യ തന്ന് പിന്നെ 1 മണിക്കൂർ ഒബ്സർവേഷനിലിരുന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏട്ടനെ വിളിച്ച് കാണിച്ചു. അപ്പോഴാണ് എന്നെ വിളിക്കുമ്പോഴാണ് പിന്നെ ഞാൻ ഉണരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ പെയിൻ ഉണ്ട് കേട്ടോ. പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇഞ്ചക്ഷൻ വെച്ച ആ പെയിൻ ഉണ്ട്. അപ്പോൾ പെയിൻ വന്നിട്ട് പിന്നെ റൂമിലേക്ക് മാറ്റി. അപ്പോഴും പെയിനൊക്കെ ഉണ്ട്, പക്ഷെ കുറഞ്ഞു വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ മാറ്റി പിന്നെ ഞാൻ ഓക്കെ ആയി. റൂമിൽ മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നേക്കും ഞാൻ ഏകദേശമൊക്കെ റെഡിയായി. എൻ്റെ പെയിനൊക്കെ കുറയുന്നുണ്ട്. ഈ ഇഞ്ചക്ഷൻ വെച്ച പെയിൻ മാറി, പിന്നെ ഇവിടെയുള്ള പെയിൻ കുറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അറ്റ്ലീസ്റ്റ് എനിക്ക് പെയിൻ മാറിയല്ലോ, കാരണം ഞാൻ അത്രത്തോളം പെയിനിൽ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ട് അന്ന് തന്നെ നമ്മളെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നടക്കാനൊട്ടും പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ DNC കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നല്ല രീതിയിൽ ശരിക്കും നടക്കണ പോലെയാണ് നടന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ കുറയുന്നുണ്ട് എൻ്റെ പെയിന്. ഇപ്പോഴും അധികം പെയിനൊന്നുമില്ല. പക്ഷേ നമ്മൾ തണുപ്പൊക്കെ അടിക്കുന്ന സമയത്ത് മോർണിംഗിലൊക്കെ എണീക്കുന്ന സമയത്ത് ചെറിയൊരു പെയിൻ നമുക്ക് ഫീലാവും. പക്ഷേ വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പിന്നെ നമ്മൾ അപ്പം മനസ്സിലായി നമുക്ക് ഈ ഒരു കാരണം കൊണ്ടാണ്, ഈ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ കാരണമാണ് നമുക്ക് ഈ ഒരു മസിൽ പെയിൻ ഉണ്ടായത് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഡോക്ടർ പിന്നെ അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയി പിന്നെ സ്കാൻ ചെയ്തു. DNC ചെയ്തെല്ലാം ക്ലിയർ ആണ് പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെ ആണ്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്നെപ്പോലെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ഉണ്ടെങ്കിൽ എനിക്ക് ആരോടും ചോദിക്കാനും ഉണ്ടായിരുന്നില്ല. ആരും എനിക്കിത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തന്നിട്ടുമില്ല. അപ്പോൾ ആർക്കും ഇങ്ങനെ പെയിൻ വരാതിരിക്കട്ടെ. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കണമല്ലേ. അപ്പോൾ പെയിൻ ഇതിൻ്റെ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇൻ കേസ് എനിക്കാരും പറഞ്ഞു തരാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യാണ്. ഇതുപോലെ എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ ഇതേ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും പറയണം. എല്ലാം കഴിഞ്ഞു, എല്ലാം എന്താ പറയുക, എല്ലാം നല്ലതിനായിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം നല്ലതിനാണ്, സംഭവിച്ചെല്ലാം നല്ലതിന് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വിഷമം ഉണ്ടാവും ഒബ്വിയസ്ലി, പക്ഷേ വി ഹാവ് ടു മൂവ് ഓൺ അല്ലേ. അപ്പോൾ എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്ത് നമ്മളെല്ലാം മറന്ന് നമ്മൾ മുന്നോട്ട് പോകണം. ദൈവം വിചാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലൊരു എന്താ പറയുക, ദൈവം തരുന്നത് കുറച്ചും കൂടെ നല്ല ലൈഫാണെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു.